എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 48 ശ്ലോകം 30, 31, 32, 33, 34, 35, 36 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 7 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 48ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഭഗവാന്റെ അക്രൂരനോടുള്ള സംഭാഷണമാണ് ഇതിൽ വിവരിക്കുന്നത്. 7 ശ്ലോകങ്ങൾ കൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഇവിടെ വിവരിക്കുന്നത്. അക്രൂരൻ വേളയച്ചനായതുകൊണ്ട് ഗുരുവാണ്, ബന്ധുവാണ്, അച്ഛന്റെ സ്ഥാനമുള്ളത്. മക്കളെ പോലെയല്ലേ ഞങ്ങള്? പിന്നെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ സ്തുതിക്കണേ? അച്ഛന്മാരും മക്കളെ നല്ലോണം വേണ്ടതെല്ലാം പറഞ്ഞു ഉപദേശങ്ങളൊക്കെ തന്നു വളർത്തല്ലേ വേണ്ടേ? പിന്നെ എന്തിനാ ഇങ്ങനെ സ്തുതിക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ് ഭഗവാൻ അക്രൂരനോട്. പിന്നെ അതാ പറയുന്നത്, പാണ്ഡവരുടെ അടുത്ത് പോയിട്ട് ക്ഷേമം അന്വേഷിക്കണം, എന്തുകൊണ്ടാണ് അക്രൂരനെ തന്നെ പറഞ്ഞേക്കണതെന്ന് കഥാ വിസ്തരിച്ച് പറയണം അടുത്ത ശ്ലോകങ്ങളിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 30. ഭവദ്വിധാ മഹാഭാഗാ നിഷേവ്യാ അർഹസത്തമാ ശ്രേയസ്കാമേർനിഭിർനിത്യം ദേവാ സ്വാർത്ഥ ന സാധവ. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ആഗ്രഹിക്കുന്ന പുരുഷന്മാര് പൂജ്യന്മാരിൽ വെച്ച് പരമയോഗ്യന്മാരും മഹാഭാഗ്യശാലികളുമായ അങ്ങേപ്പോലുള്ളവരെ എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കണം. ധനം സിദ്ധിക്കാനായിട്ട് ദേവന്മാരെയാണ് സേവിക്കേണ്ടതെന്ന് കരുതുന്നത് ശുദ്ധ അബദ്ധാണ്. ദേവന്മാര് സ്വാർത്ഥ തൽപരന്മാരാണ്. സജ്ജനങ്ങളായിട്ടുള്ള സാധുക്കള് അങ്ങനെയുള്ളവരല്ല. അവര് അന്യന്മാരുടെ ഗുണത്തിന് മാത്രം, അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്നവരാ. അപ്പൊ അങ്ങനെയുള്ള സജ്ജനങ്ങള് സ്വകാര്യം മാത്രം സിദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരെക്കാൾ, അങ്ങനെയുള്ള ആ ദേവന്മാരെക്കാളും, സ്വകാര്യ നിരുതന്മാരായ ആ ദേവന്മാരെക്കാളും പൂജ്യന്മാരാണ്. അത് നഹ്യമയ്യാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്ദുരുകാലേന ദർശനാദേവ സാധവ. പുണ്യതീർത്ഥ സ്നാനത്തിന് പോകുമല്ലോ, ആ പുണ്യ തീർത്ഥങ്ങൾ കൂടി സജ്ജനങ്ങളെ പോലെ ഉത്കൃഷ്ടങ്ങളല്ല എന്നതാ ഭഗവാൻ ഉറപ്പിച്ചു പറയാണ്. പുണ്യതീർത്ഥങ്ങള്, പുണ്യക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവാദിബിംബങ്ങള് ഇവയൊന്നും സജ്ജനങ്ങളെ പോലെ സുസേവ്യമല്ല. എന്തുകൊണ്ടെന്നാൽ തീർത്ഥങ്ങളിലും പുണ്യക്ഷേത്രങ്ങളിലും ഒക്കെ കുറേ കാലം അങ്ങനെ സ്നാനാദികൾ ചെയ്തു ഉപാസിച്ചും കൊണ്ടിരുന്നാൽ കാലക്രമം കൊണ്ട് മനഃശുദ്ധി ഉണ്ടാവും. അത് കുറെ കാലം പിടിക്കും. പക്ഷേ ഈ സാധുജനങ്ങളെ കാണുമ്പോൾ തന്നെ അവര് ചെയ്യുന്ന ആ ജ്ഞാനോപദേശങ്ങൾ കേൾക്കാനിട വന്നാൽ അപ്പോൾ തന്നെ ആ തൽക്ഷണം പരിശുദ്ധി ഭവിക്കും. അതുകൊണ്ട് സജ്ജനങ്ങൾ തന്നെയാണ് സുസേവ്യന്മാര് എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം. സഭവാൻ സുഹൃദാം വൈന ശ്രേയാൻ ശ്രേയശ്ചികീർഷയാ ജിജ്ഞാസാർത്ഥം പാണ്ഡവാനാം ഗച്ഛസ്വത്വം ഗജാഹ്വയം. പിന്നെതാ ഭഗവാൻ വന്ന കാര്യം പറയണ അക്രൂരനോട്. ഞങ്ങളുടെ ബന്ധുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ അങ്ങ് തന്നെയാണ് ഗുണങ്ങൾ കൊണ്ട് എന്ന് പറയണു ഭഗവാൻ. ആ പാണ്ഡവന്മാരുണ്ടല്ലോ വളരെ കഷ്ടസ്ഥിതിയിലാണ് ഇപ്പോ. അവര് എങ്ങനെയാണ്, എന്താണ് ഇപ്പൊ അവരുടെ സ്ഥിതി, ഏത് സ്ഥിതിയിലാണ് ഇരിക്കണതെന്ന് ഒന്ന് അറിഞ്ഞു വരണം അങ്ങ്. അവർക്ക് ശ്രേയസ് ഉണ്ടാക്കി തീർക്കാനായിട്ട് അങ്ങ് ഹസ്തിനപുരിയിലേക്ക് ഒന്ന് പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നത് ഭഗവാൻ അക്രൂരനോട് പറയുന്നു. പിതര്യുപരത്തെ ബാലാ സഹമാത്ര സുദുഃഖിതാ ആനീതാ സ്വപുരം രാജ്ഞാ വസന്തൈതി ശുശ്രുമ. ആ പാണ്ഡു മഹാരാജ, അച്ഛനായിട്ടുള്ള ആ പാണ്ഡു മഹാരാജാവിന്റെ മരണശേഷം അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവായിരിക്കണം ഇപ്പൊ. പാണ്ഡുവിന്റെ മക്കളും ബാലന്മാരുമായ ആ അർജുനൻ മുതലായവരെ ധൃതരാഷ്ട്രയെ സ്വന്തം രാജധാനിയിലേക്ക് വരുത്തി കൂട്ടിക്കൊണ്ടുപോയി എന്ന് അമ്മയായ കുന്തിദേവിയോടുകൂടി ധർമ്മപുത്രാദികള് വളരെ ദുഃഖിച്ചുകൊണ്ട് ധൃതരാഷ്ട്ര രാജധാനിയിൽ വസിക്കണത് എന്ന് കേൾക്കുന്നു. അവർക്ക് അവിടെ അത്ര സുഖമല്ല എന്നാണ് കേൾക്കണത്.
എന്ന് പറയാ ഭഗവാൻ. അതിന്റെ സൂക്ഷ്മസ്ഥിതിയെല്ലാം അറിഞ്ഞു വരാനായിട്ട് അങ്ങ് ഇന്നും അവിടെ വരെ പോയിട്ട് വരണം. തേഷു രാജാംബികാ പുത്രോ ഭ്രാതൃപുത്രേഷു ദീനധീഹി സമോ ന വർത്തതേ നൂനം ദുഷ്പുത്രവശഗോന്ധതൃക്ക്. ഇപ്പോഴത്തെ രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രര് സ്വന്തം അനുജന്റെ മക്കളെയും തന്റെ പുത്രന്മാരെ ഒരുപോലെ സംരക്ഷിക്കണില്ല എന്ന് കേൾക്കണത് ശരിയാണോ എന്നൊന്ന് അങ്ങ് അറിഞ്ഞു വരണം. എന്തുകൊണ്ടെന്നാൽ രാജാവിന് പുറംകണ്ണിനു മാത്രമല്ല കാഴ്ചയില്ലായ്മ, ഉൾക്കണ്ണായ ബുദ്ധിക്കും കാഴ്ചയില്ല. ദുഷ്ടന്മാരായിട്ടുള്ള ആ ദുര്യോധന മുതലായ ആ തന്റെ മക്കള് പറയണത് കേട്ടിട്ട് അവരെ ദ്രോഹിക്കുന്നുണ്ട് എന്നാണ് കേൾക്കണത്. ഒന്ന് അറിഞ്ഞു വരും എന്ന് പറയുകയാണ് ഭഗവാൻ. ഗച്ഛജാനീഹി തദ്വൃത്തം അധുനാ സാധ്വസാധുവാ വിജ്ഞായ തദ്വിധാസ്യാമോ യഥാ ശം സുഹൃതാം ഭവേൽ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് ഹസ്തിനാപുരിയിൽ ചെന്ന് പാണ്ഡവന്മാരുടെ ഇപ്പോഴത്തെ സ്ഥിതി ഏതു വിധമാണ് ഒന്നൊന്ന് അറിയണം. നന്മയോ തിന്മയോ അവരിപ്പൊക്കെ സുഖമാണോ സുഖമല്ലയോ എന്നുള്ള ആ സൂക്ഷ്മസ്ഥിതി അറിഞ്ഞ ശേഷം നമ്മളുടെ ജ്ഞാതികളും സുഹൃത്തുക്കളും ആയ അവർക്ക് എങ്ങനെ ആയാലാണ് സൗഖ്യം ഉണ്ടാകുക എന്ന് വെച്ചാൽ അങ്ങ് അതിനു വേണ്ടി പരിഹാരം ചെയ്യണം. അതിനുവേണ്ടി അങ്ങ് പ്രവർത്തിക്കണം. ഇത്യക്രൂരം സമാദിശ്യ ഭഗവാൻ ഹരിരീശ്വര സംഘർഷണോദ്ധവാഭ്യാം വൈ തത സ്വഭവനം യയൗ. ഐശ്വര്യങ്ങൾ തികഞ്ഞിരിക്കുന്നവനും സർവവും നടത്താൻ സമർത്ഥനും ഭക്തന്മാരുടെ സങ്കടങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്നവനുമായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ അക്രൂരനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം ഉദ്ധവനോടും ബലരാമനോടും കൂടി സ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അഷ്ടചത്വാരിംശോऽധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 48-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.